നേരെ ബീച്ചിലേക്കാണ് വണ്ടി ഇറക്കണേട്ടാ. ആ തരം നമ്മൾ നനയ്ക്കും മിക്കവാറും. എന്നിട്ട് നമ്മുടെ തൃപ്രയാർ അമ്പലം കേട്ടോ, വൈമാള് വാടാനപ്പള്ളി സൈഡിലൊക്കെ. ഇതാണ് സംഭവം. രണ്ടും പിടിച്ചോ. അതിന്റെ ഐസ്ക്രീം കുറച്ചാ കഴിച്ചിട്ടുള്ളൂ. ഷവർമ്മ കാനയുടെ തുമ്പിക്കൈ പോലെ അത്രയും വലിപ്പുണ്ട്. ഏകദേശം സാധനം പിടിച്ചോട്ടോ, കളയേണ്ട. ആൾക്കാർ തട്ടിപ്പറിക്കും ചിലപ്പോ. കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സാധനം. ആദ്യമായിട്ടാണ് കേട്ടോ ക്രീമി. ഗുഡ് മോർണിംഗ് ഗായ്സ്, ട്രാവൽ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, ഇന്ന് നിൽക്കുന്നത് വീട്ടിലാണ്. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 11 മണിയായി, ഇപ്പോഴും വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി എത്തിയിട്ടില്ല. അപ്പോൾ രാജേഷ് വിളിച്ചിരുന്നു, നീ ഒരു കാര്യം ചെയ്യേ, വെറുതെ ഇരിക്കുകയാണെങ്കിൽ നേരെ എൻ്റെ ഒപ്പം വായോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തളിക്കുളം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോണത്. കുറേ നാളെ ഈ തളിക്കുളം വാടാനപ്പള്ളി അത് തന്നെ ആ സൈഡിലേക്കൊക്കെ പോയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാജേഷിൻ്റെ ഒപ്പം ഒന്ന് പോയിട്ട് വരുമ്പോഴേക്കാണ് ഇനിയിപ്പോൾ ആൾ വിളിക്കുള്ളൂ എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ആൾ വിളിച്ചാൽ തന്നെ പറയാൻ ചേട്ടാ വെയിറ്റ് ചെയ്യേ, അല്ലാണ്ട് ഇപ്പോൾ എന്താ പറയുക, നമുക്ക് ഇതിനു വേണ്ടി മാത്രം വെയിറ്റ് ചെയ്തിരുന്നിട്ട് ആളെ കാണില്ല വിളിച്ചിട്ട് ഫോൺ കൊടുക്കണമെങ്കിൽ പെട്ടില്ലേ. വണ്ടി വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു മനസ്സിലായിട്ടുണ്ടാവില്ല. വണ്ടി വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ബുക്ക് ചെയ്ത കാര്യം ബുക്ക് ചെയ്യല്ല, ഓടിക്കാൻ വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഗ്രാൻഡ് വിക്ടാർ നമ്മൾ ഓടിച്ച് നോക്കിയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുള്ള വണ്ടി കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ ആ ടൈം രാവിലെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അവർ ഇതേവരെ വിളിച്ചിട്ടില്ല. അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അതെ, അനിതയ്ക്ക് മനസ്സിലായില്ല, പക്ഷെ വീഡിയോ സ്ഥിരം കാണുന്ന ആൾക്കാർക്ക് മനസ്സിലായിണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ശരിയാണ്. അപ്പൊ അതുപോലെ തന്നെ താറിന്റെ അവരും വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞില്ലേ ഇടയ്ക്ക് ഇത് ശരിയായില്ലെങ്കിൽ താറ് എന്നാണ് നെക്സ്റ്റ് ഓപ്ഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ താറിന്റെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു, വണ്ടി ഓടിക്കാൻ കൊണ്ടട്ടെ എന്ന് ചോദിച്ചിട്ട് അവർ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു മറ്റേ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കട്ടെ, അതിനുശേഷം ഇഷ്ടപ്പെട്ടില്ല ഇനിയിപ്പോൾ താറ് ഓടിച്ച് നോക്കിയിട്ടുണ്ടല്ലോ നമ്മൾ. അപ്പോൾ അത് കാരണം തന്നെ എന്താ പറയുക, ഈ മറ്റേ വണ്ടി ഓടിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ല വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മറ്റേ 2 വീൽ ഡ്രൈവ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചൊരു വണ്ടിയുണ്ട്, 2 വീൽ ഡ്രൈവ് വണ്ടി. ആ വണ്ടി ഓട്ടോമാറ്റിക് അല്ലാണ്ട് സാധാ അത് കൊണ്ടുവന്നാൽ മതി. അത് ഒന്ന് ഓടിച്ച് നോക്കണം അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതന്നെ, താറ് ഇപ്പൊ മസ്ത വരെ കയറും, പക്ഷെ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ അപ്പുറം ഇപ്പുറമൊക്കെ നോക്കിയില്ല. അതേപോലെ നമുക്കിപ്പോ എല്ലാ ദിവസവും കാർ കയറ്റി ഇറക്കുമ്പോൾ അതേപോലെ പറ്റില്ല. അപ്പൊ താറ് ലേശം വീതി കൂടുതൽ XUV 500 ഒക്കെ നമ്മുടെ വീട്ടിലേക്ക് സിമ്പിൾ ആയിട്ട് കയറുക. നമ്മുടെ വീട്ടിൽ 3 കൊല്ലം ഉണ്ടായിരുന്നതാ. അപ്പൊ അതുകൊണ്ട് തന്നെ വലിപ്പം കൊണ്ട് അതുവരെ പ്രശ്നമില്ല, പക്ഷെ അതിനും കൂടുതലാണ് വലിപ്പം എന്നുള്ളത് നോക്കിയിട്ടില്ല. അപ്പൊ നോക്കിയാലാണ് അറിയുള്ളൂ. പിന്നെ വേറൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ മഹേന്ദ്രയാണ് അല്ലെങ്കിൽ താറാണെങ്കിൽ നമുക്ക് പേഴ്സണലി ഒരു ഇഷ്ടപ്പെട്ടിട്ടുള്ള വണ്ടി താറാണ്. അപ്പോൾ അത് കയറും എന്നുണ്ടെങ്കിൽ നമുക്ക് വിക്ടാർ ഓടിച്ചിട്ട് എയിമായില്ലെങ്കിൽ നമ്മൾ താറ് തന്നെ ആട്ടോ എടുക്കുക. കാരണം എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയായിരുന്നു സ്കോർപിയോ. അത് ഞാൻ കുറേ നാൾ, എനിക്ക് 5-8 മാസം അല്ലേ ഉപയോഗിച്ചിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ആഗ്രഹം തീർന്നതിന് ശേഷം അത് കൊടുത്തത്. അതേപോലെ പിന്നെ എനിക്ക് അതേപോലെ ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയായിരുന്നു XUV. പിന്നെ അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള അതും നമ്മളൊരു 3 കൊല്ലം ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളത് SX4 ഇഷ്ടമായിരുന്നു ഭയങ്കര. അതെ, അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെട്ട വണ്ടികളൊക്കെ ഇഷ്ടപ്പെട്ട വണ്ടികളൊക്കെ നമ്മൾ മേടിച്ചു ഓടിച്ചിട്ട് ഈ താറ് മാത്രം ഇഷ്ടപ്പെട്ടിട്ട് ഓടിക്കാൻ പറ്റാണ്ട് ഒരു മൈൻഡ് ഒരു വിഷമമുണ്ട്. അപ്പം മറ്റത് എടുക്കുമ്പോൾ എടുക്കണോ വേണ്ട താറ് എടുക്കണോ, നമുക്ക് ഇഷ്ടപ്പെട്ടത് താറല്ലേ എന്നുള്ള മനസ്സിൽ ഭയങ്കര ആഗ്രഹം കിടക്കുന്നത് കൊണ്ട് തന്നെ എന്താ പറയുക, ഈ വണ്ടി ഓടിച്ചിട്ട് എയിം ഉണ്ടെങ്കിൽ ഇത് എടുക്കും, ഇല്ലെങ്കിൽ താറ് തന്നെ കേട്ടോ, വൈറ്റ് താറ്. അതിന് വേറെ വ്യത്യാസമൊന്നുമില്ല. അല്ലെങ്കിൽ ബ്ലാക്ക് ഏതാ കിട്ടാൻ പെട്ടെന്ന് എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്. കാരണം വണ്ടി വന്നു കഴിഞ്ഞിട്ട് ചിലപ്പോൾ കുറേ നാൾ വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്കിന് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വൈറ്റ് വന്നാൽ വൈറ്റ് എടുക്കും. ബുക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞു, ബുക്ക് ചെയ്തിടണം. അതെ. അപ്പോൾ രാജേഷ് ഇനിയിപ്പോൾ കഥ പറഞ്ഞു എന്നെ കേട്ടാണ്ടാവും എവിടേക്ക് പോകും? തളിക്കുളത്തേക്ക്. ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ബാക്കിൽ ബസ്സിൽ കയറിയിട്ട് തളിക്കുളത്തേക്ക് പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ അങ്ങടേക്ക് പോകാം. വണ്ടി വരികയാണെങ്കിൽ വണ്ടിയുടെ അവർ വിളിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെയിറ്റ് ചെയ്യാൻ പറയും, ഉച്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ പരിപാടി. അപ്പം ഇതാ ഞാൻ പോയിട്ട് വരട്ടെ. ഓക്കെ, രാജേഷ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു കുറേ നേരം മുമ്പ് പോസ്റ്റാക്കുന്നത്, കുറച്ച് നേരം പോസ്റ്റായി, പിന്നെ ഇനിയിപ്പോൾ പോസ്റ്റ് ആവില്ല. എന്തായാലും വന്നിട്ടുണ്ട്. കുറേ നാൾ കൂടിയിട്ടാണ് വണ്ടിയിൽ പോണത്. രാജേഷ് അറിയാത്ത ഒരുപാട് വിശേഷങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നീ ഇത് വലുതും അറിയണ്ട, നീ വെറുതെ വീട്ടിലിരുന്നോ. ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞാൽ എനിക്കറിയാലോ. അപ്പൊ നമുക്ക് ആദ്യം വിശേഷങ്ങളെ കുറിച്ച് കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം ക്യാമറ ഓൺ ചെയ്യാം. അതല്ലേ നല്ലത്? നമ്മൾ തളിക്കുളം തന്നെയല്ലേ, സ്ഥലം മാറ്റിയിട്ടില്ല? സ്ഥലം മാറ്റിയില്ല, തളിക്കുളം തന്നെയാണ്. പിന്നെ വേറെ വിശേഷങ്ങൾ, നിന്റെ എന്തെങ്കിലും വിശേഷം പറഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് നമ്മുടെ വിശേഷത്തിലേക്ക് കിടക്കാം. വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് വിശേഷം ഒന്നും ഇല്ല. അപ്പൊ ഹോട്ടലിലെ ആൾക്കാർ നിന്നെ ബന്ധപ്പെടാൻ ഞാൻ പറയണോ? വേണ്ടി വരും. ഇപ്പൊ ഈ നിലയ്ക്കാണെങ്കിൽ വേണ്ടി വരും അല്ലേ? വേണ്ടി വരും. അപ്പൊ എന്തായാലും ഞങ്ങൾ കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞതിന് ശേഷം കാണാട്ടോ. ഗായ്സ്, ഇതാണ് കേട്ടോ നമ്മുടെ തൃപ്രയാർ അമ്പലം. നമ്മൾ ഈ വഴിക്കൊക്കെ വന്നിട്ട് കുറേ കാലങ്ങളായി. അപ്പോ ഈ വഴിക്ക് വരിക എന്ന് പറഞ്ഞ അപ്പൊ തന്നെ ഞാൻ കയറിയിരുന്ന. രാജേഷ് ഈ വഴിക്ക് വന്നിട്ട് കുറെ നാളായിടാ. അമ്പലവും
അമ്പലവും രാജേഷും കൊല്ലങ്ങളായി വന്നിട്ട് ആയില്ലോ. ഒരു ദിവസം 2-3 പ്രാവശ്യം വെച്ച് ഓടിയായിരുന്ന സ്ഥലമായിരുന്നു. ഓർമ്മയുണ്ടാ? ഇപ്പൊ ഈ വഴിക്കൊക്കെ വരുന്നത് വല്ലപ്പോഴായി. അമ്പലത്തിന്റെ വഴിക്കൊക്കെ ഞങ്ങൾക്ക് ഇതിന്റെ മുന്നിൽ ഹോട്ടലിലായിരുന്നു, നമ്മളുടെ ശ്രീരാം ഹോട്ടൽ. രാജേഷ് ഓർമ്മയുണ്ടാ? മസാല ദോശ ഒക്കെ കഴിച്ചായിരുന്നു ഹോട്ടല്. അപ്പൊ ഇപ്പൊ ആ വഴിക്കൊന്നും ആ ഹോട്ടലില്ലേ? ആ ഹോട്ടലിൽ എപ്പോഴും ഉണ്ട് അവിടെ. ആ ഹോട്ടലുണ്ട്. പോയി അതന്നെ നമ്മളുടെ വരവും കാര്യങ്ങളൊക്കെ പോയി. ഇതാണ് കേട്ടോ തൃപ്രയാർ അമ്പലത്തിന്റെ മുൻവശം. നമ്മളിപ്പോ ബാക്ക് സൈഡാണ് അവിടുന്ന് കണ്ടത്, പുഴയുടെ സൈഡ്. പിന്നെ ദേ ഇതാണ് മുൻവശം എന്ന് പറയണത്. കാണില്ല, അതന്നെ കാണുന്നത് കേട്ടാ. ഇവിടെയാണ് വണ്ടികളുടെ ഒക്കെ പാർക്കിംഗ്. ഇപ്പൊ മഴ സീസൺ ആയതുകൊണ്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളും. ഇവിടെ ആ ഹോട്ടൽ അടച്ചു. ദേ കണ്ട. അതെ ഇതായിരുന്നു ഗൈസ് ഞങ്ങള് സ്ഥിരം മസാല ദോശയും മൂണൊക്കെ കഴിച്ചായിരുന്ന ഹോട്ടൽ എന്ന് പറയണത്. അതെല്ലാം അടച്ചു പോയി. ഇത് തൃപ്രയാർ സെന്റർ ആണ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ മറ്റേ മോള്, വൈ മോൾ എന്ന് പറഞ്ഞിട്ട് ലുലുവിന്റെ ഒരു മോളുണ്ട്. ഈ വഴിക്ക് അങ്ങോട്ട് പോയിട്ടാണ്. മെയിൻ റോഡിൽ നിന്നും എൻട്രൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ അമ്പലത്തിന്റെ അവിടേക്കും ഒരു എൻട്രൻസ് ഉണ്ട്. ബാക്കിൽ നമ്മൾ തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് കിടക്കാം. ഈ അമ്പലത്തിന്റെ അവിടേക്കും കിടക്കാം. കൂർക്ക കിടക്കണ്ടല്ലോ. 5 ഡോറ് കൂർക്ക ഗൈസ് സാധനമാണ് കേട്ടോ കാഴ്ചപ്പുറത്ത്. പക്ഷെ എനിക്ക് അത് ഇഷ്ടമില്ല ഗൈസ്. ഇവിടെ എന്താ ഫ്ലൈ ഓവർ പാലം, പുതിയ വഴി വരുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മുടെ ഹൈവേ, തീരദേശ ഹൈവേ അല്ലേ? അതെ, ഈ വഴിക്ക് ഇവിടുന്ന് അങ്ങനെ വരുന്നത്. അപ്പൊ നമ്മുടെ തൃപ്രയാർ സെന്ററിന്റെ അമ്പലത്തിന്റെയും ടൗണിന്റെയും സൈഡ് ഉള്ളിലേക്കാണ് കേട്ടോ പോണത്. ഇതാണ് തൃപ്രയാർ നട കേട്ടോ. തൃപ്രയാർ നട തന്നെയല്ലേ രായിച്ചത്? അതെ, തൃപ്രയാർ ശ്രീരാമ ക്ഷേത്ര കവാട നിർമ്മാണ കമ്മിറ്റി. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ തൃപ്രയാർ സെന്ററിൽ എത്തി. കുറേ കാലങ്ങൾക്ക് ശേഷം ടിപ്പറിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇപ്പൊ എത്തുന്നത്. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ മേടിക്കാൻ നല്ല അടിപൊളിയായിട്ട്. ഇവിടുന്നൊക്കെ കയ്യോടെ തന്നെ ചാവക്കാട് നിന്നൊക്കെ മീൻ പിടിച്ചിട്ട് കൊണ്ടുവരുന്ന മീനൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട്. രാജേഷ് ഓർമ്മ നമ്മൾ ആദ്യം കുറേ മീൻ മേടിച്ച് പോകാറുള്ളത്. അത് തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ മീനും സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. പച്ചക്കറി കടയിൽ മാങ്ങ കുറെ തൂക്കിയിട്ടുണ്ട്. മാങ്ങയുടെ സീസൺ ആയി തുടങ്ങിയത് കൊണ്ടിട്ട് നിറച്ചു വണ്ടി. ഓക്കെ, എല്ലായിടത്തും പൈപ്പിന് വേണ്ടിയിട്ട് കുഴിച്ചിടുകയാണ് കേട്ടോ. അത് കീറിയിട്ടിട്ട് ശരിയാക്കണമൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ എത്ര വെട്ട് പോലത്തെ സ്ഥലത്ത് പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോഴേ അറിയാണ്ട് അകലേന്ന് ബ്രേക്ക് ഔട്ടാനുള്ള ഗ്യാപ്പില്ല, വളവിലാവും വെട്ട് കുളിച്ചിട്ടിട്ടുള്ളത്. ഇതാണ് കേട്ടോ വൈമാള്. അയ്യോ, കാണിക്കാൻ മറന്നുപോയി ഗൈസ്. ഇതാണ് വൈമാള്. യൂസഫ് അലിയുടെ വീടിന്റെ അടുത്ത് തന്നെ ലുലു എന്നുള്ള പേരിലല്ലാണ്ട് അവര് ഇറക്കിയ സാധനമാണ് വൈമാള്. പക്ഷെ ലുലുവിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ വൈമാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രാഴ്ച ഭക്ഷണം കഴിച്ചാണോ? നമുക്ക് ലുലു എന്ന് കഴിച്ചാലോ വൈമാളിന്ന്? വണ്ടി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ലുലുവിന്റെ ഉള്ളിൽ നിന്ന് ഫുഡ് മേടിച്ച് പാർസൽ മേടിച്ച് കഴിക്കാം. കുറെ കാലമായി ലുലു ഫുഡ് കഴിച്ചിട്ട്. അപ്പൊ നമുക്ക് തിരിച്ചു വരുമ്പോ കഴിക്കാം കല്ലിറക്കിയിട്ട്. ഓക്കെ, അപ്പൊ ഞങ്ങൾ കല്ലിറക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ രാജേഷിന്റെ ഇഷ്ടപ്രകാരം ഉള്ള സാധനം, പൊരിച്ച കോഴിയും ചിക്കനോ അല്ലെങ്കിൽ ബിരിയാണിയും തന്തൂരി ചിക്കനോ അല്ലെങ്കിൽ എന്നിട്ട് ഫ്രൈഡ് റൈസ് നൂഡിൽസോ നീ ഇഷ്ടപ്പെടുന്ന ഏതാന്ന് വെച്ചാൽ അത് എനിക്കിഷ്ടമാണ്. എനിക്കിഷ്ടമല്ല. അപ്പൊ എനിക്കിഷ്ടമാണ്. എനിക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ പറയുമോ കഴിക്കാന്ന്? ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. അത് നിന്റെ ഇഷ്ടത്തിന് പറഞ്ഞായി, എന്റെ ഇഷ്ടത്തിന് പറഞ്ഞിട്ട് ഇല്ലില്ല. എന്റെ ഇഷ്ടത്തിനുള്ളത് ഞാൻ അവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ബിരിയാണി ഓമിക്കുവാറും. ഈ നേരത്തെ പറഞ്ഞ ഡയലോഗ് ഞാൻ കേൾപ്പിക്കാം. ഇവൻ പറഞ്ഞ ഡയലോഗ് അറിയോ? അത്രേ ഉള്ളൂ. അതെനിക്ക് മനസ്സിലായി. എനിക്ക് തന്നെ കേൾക്കണം കഴിച്ചു. ഞാനിത് കേൾക്കാൻ എന്താ പറയാ തയ്യാറെടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ കുഴപ്പമില്ലല്ലോ. ഗായ്സ്, നമ്മൾ വലപ്പാട് സെന്ററിന്റെ ബീച്ച് റോഡിലേക്ക് തിരിഞ്ഞു കേട്ടോ. ബീച്ച് റോഡ് വഴിക്കാണ് നമുക്ക് കല്ല് വെക്കാൻ പോകാനുള്ളത്. ഇത് മറ്റേ കോതകുളം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെ കുളമാണ് ഈ കാണുന്നത് അല്ലേ? അത് കുളത്തിന് ഞാൻ സൈഡ് കെട്ടിട്ട് കല്ല് വെച്ചിട്ടുള്ള ആളാണ്. അപ്പൊ കോതകുളം ഡ്രൈവറായ സമയത്ത് ഏത് അതില് വണ്ടിയിൽ പണിയുമ്പോ ഞാൻ അതില് കുളത്തിലേക്ക് ആദ്യമേ തൊട്ട് കല്ല് വെച്ചിട്ടുള്ളതാണ്. അത് ഡ്രൈവർ ആയിരിക്കുന്ന സമയത്ത്. അങ്ങനെയാണ് കോതകുളം എന്നുള്ള പേര് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തത് അല്ലേ? അത് അതിനുള്ള പേരാണ്. പക്ഷെ ഞാൻ ഡ്രൈവർ ആയതിനു ശേഷമാണ് അത് കെട്ടി ക്ലിയർ ആക്കിയിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ബസ്സിലെ ഡ്രൈവർ ആയ സമയത്ത് അവിടേക്ക് ആദ്യമായിട്ട് കല്ല് വെച്ച് തുടങ്ങി. ഇനിയിപ്പോ എന്തായാലും തട്ടണ സ്ഥലം കുഴപ്പമുള്ള സ്ഥലമല്ലേ? ഇതിന് മുന്നേ വന്നിട്ടുള്ളതാണ്. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പൊ പിന്നെ നമ്മുടെ നാടെന്ന് പറയാൻ നമുക്ക് പണ്ട് കാലത്ത് 3 കൊല്ലം ഡ്രൈവറായിട്ട് ഇവിടെ പണിതുണ്ട്. ഇവിടെ നമ്മുടെ അവിടെ പണിതുണ്ട്. അപ്പൊ ഇങ്ങനായിരുന്നു ഓടിക്കൊണ്ടിരുന്നത് ഓട്ടം മുഴുവൻ. അതല്ലേ? പിന്നെ ക്ലീനറായിട്ട് ഒരു 5-6 കൊല്ലം. ഇതാണ് മലപ്പുറം ബാങ്കിന്റെ
ഇതില്ലേ മണപ്പുറം. അതേപോലെ തന്നെ ലുലുവിന്റെ വീട് എവിടെയാ? യൂസഫലിയുടെ ഇവിടെ തന്നെയാണല്ലോ. നാട്ടികയിലാണല്ലേ? ഇവിടേക്ക് എത്തണ്ട. ഇത് മണപ്പുറം ഫിനാൻസ് ഉണ്ടല്ലോ, അവരുടെ വീടാണ് കേട്ടോ ഈ കാണുന്നത്. ആദ്യ കാലത്തൊക്കെ നമ്മുടെ അവിടെ നിന്നായിരുന്നു ഇവിടേക്കൊക്കെ മണലും മെറ്റിലും കൊണ്ടുവന്നായിരുന്നു കേട്ടോ. ഇപ്പൊ കണ്ടോ ഇതൊക്കെ യാർഡുകളായി. അപ്പൊ അത് കാരണം നമുക്ക് ഇവിടേക്കുള്ള ഓട്ടോ കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ടായി. ഇവിടേക്ക് കല്ലിന്റെ ഓട്ടം മാത്രം. ഇപ്പൊ കല്ലിന്റെയും അത്യാവശ്യക്കാര് നല്ല കല്ല് വേണം, മടയിൽ നിന്നുള്ള കല്ല് വേണം എന്ന് പറഞ്ഞാൽ മാത്രമാണ് ഈ വഴിക്ക് വരേണ്ട ആവശ്യമുള്ളൂ. ഇല്ലെങ്കിൽ ഞങ്ങളൊന്നും ഈ വഴിക്ക് വരാറേ ഇല്ല. ഇപ്പൊ ഇതിപ്പോ ഈ വീട് പണിയുന്ന ആളുകൾ ഇവിടുത്തെ നമ്മുടെ അവിടുത്തെ കല്ല് കൊണ്ട് പണിയുള്ളൂന്നുണ്ട് അല്ലേ? നന്നായി. അയാൾക്ക് ഇങ്ങനെ ക്വാളിറ്റി മനസ്സിലായില്ലോ നമ്മുടെ അല്ലേ? ഗായ്സ് നമ്മളങ്ങനെ കല്ല് തട്ടണ സ്ഥലത്ത് എത്തിയിട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കാണ് വെക്കേണ്ടത്. അയ്യോ കഴിഞ്ഞ ദിവസം ടയർ ചെറുതായിട്ട് പൊട്ടിയെന്ന് പറഞ്ഞായിരുന്നു. അവൻ റിങ് ഇട്ടുണ്ട് കേട്ടോ പുറത്ത്. നമ്മുടെ എഡ്ജ് തള്ളിപ്പോയതിന് ശേഷം ആള് ഇതൊക്കെ മതി മതി മതി, അത്ര മതി, അത് മതി. പായ എടുത്തിട്ട് തട്ടിക്കോളോ, മറക്കാൻ നിൽക്കണ്ട. പക്ഷേ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോഗ്രാഫറാണ്. ആ സമയത്ത് ഹെൽപ്പ് ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം എൻ്റെ ക്യാമറ കല്ലിൻ്റെ ഇടയ്ക്ക് വീണ് പോയതാണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കയറിയിട്ട് ക്യാമറ കളയാൻ നിൽക്കണ്ട. ക്യാമറയല്ല, മൊബൈൽ അതിൻ്റെ ഉള്ളിലാണ് പോയി. നല്ല സുഖം കിട്ടിയെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, മുകളിൽ കയറിയുള്ള പാഴി എടുക്കൽ രാജേഷ് എന്നെ ഏൽപ്പിച്ചു. കല്ല് ദേ ഇവിടേക്ക് തട്ടി. ഇതാണ് കേട്ടോ ബേസ്മെൻറ്റ്. ഇവിടെ കല്ല് കെട്ടണം. കുറേ ആൾക്കാരുണ്ട് കല്ല് പണിക്കാർ. അപ്പോൾ ഇനി ഇവിടെ ഒരു പീസ് ഗ്രീൻ കെട്ടാണ്ട്. അപ്പോൾ കുറച്ച് ലോഡ് കല്ലുകരിയാണ് ആവശ്യമുള്ളൂ. ബാക്കിയുള്ള ഒരാഴ്ച വെച്ച് കൊടുത്തിട്ടുണ്ട് മുന്നേ തന്നെ. 9 പേര് പണിക്കാരുണ്ട്. ഈ കല്ലുപണിക്കാരൊക്കെ വന്ന് പടപടയിൽ പണി തീർക്കും കേട്ടോ. അവർ പെട്ടെന്ന് കൂടുതൽ ആൾക്കാരെ എണ്ണം വന്നിട്ട് തീർക്കണം. കട്ടപ്പണിക്കാരെ പോലെയൊന്നുമല്ല. കല്ലുപണിക്കാർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര വലിയ തറയാണെങ്കിൽ ഏറ്റവും കൂടി ഒരാഴ്ച അതിനുള്ളിൽ ഫുള്ള് തീർക്കും. തട്ടട്ടെ. ഇത് അതുപോലെ തന്നെ മറ്റേ സിമെൻറ്റിലാണ് കേട്ടോ ഫുള്ള് പണിയുന്നത്. അവിടെ മണലടിച്ചിട്ടാണ് കണ്ടില്ലേ? അവിടെ സ്ലേറിയാണ് കലക്കിയിട്ടുള്ളത്. മണ്ണല്ല, ഈ തറയുടെ ഉള്ളിലേക്ക് മൊത്തം സ്ലേറിയാണ് കലക്കുന്നത്. കാരണം ഇവിടെയൊക്കെ വാടാനപ്പള്ളി സൈഡിലൊക്കെ മണ്ണ് കിട്ടണേക്കാളും കാശ് കുറവിന് സ്ലേറി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ സ്ലേറിയാണ് കൂടുതൽ അടിക്കുക. പിന്നെ ഇവിടെ തറ മാന്തുമ്പോൾ മണലൊക്കെ കിട്ടും. ആ മണലൊക്കെ ഇവർ ഇതിൻ്റെ ഉള്ളിൽ സാധാരണഗതിക്ക് ഇത് ചെയ്യാറുണ്ട് കേട്ടോ. എന്താ പറയുക, തറ ഫില്ല് ചെയ്യാറുണ്ട്. പക്ഷേ ഇവർ സ്ലേറി ഉപയോഗിച്ചിട്ടാണ് ഫുള്ള് സംഭവം ചെയ്യുന്നത്. അയ്യോ പൊടിയുടെ കളിയായി. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ നിർത്തണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. ഇനി ഇവിടെ വല്ല പരിപാടി ഉണ്ടോ? അയ്യോ ഞാൻ അടച്ചെന്നതിനല്ലോ. ഇത് നീ ഇപ്പോഴും ശരിയാക്കിയിട്ടില്ല കേട്ടാ. മാസം 3ആയി ഈ സംഭവം. എന്ത് ഗോപിക്ക് സമയമില്ലാത്ത തന്നെ. നമുക്ക് ഇവിടെ വല്ലതും ഇനി മേടിക്കാൻ എങ്ങനെ ഉണ്ടോ? ഒന്നുമില്ല. അപ്പം എന്നാൽ നമുക്ക് പോയി നേരെ ലുലുവിലേക്ക് പോവാം. ലുലുവിലേക്ക് പോയിട്ട് വൈമാളിൽ പോയിട്ട് എന്താണ് അവിടെ കഴിക്കാൻ കിട്ടുന്ന ഫുഡ് കോർട്ടിൽ എന്ന് നോക്കിയിട്ട് അത് മേടിച്ച് അവിടെ നിന്ന് തന്നെ കഴിച്ച് ഒന്ന് ഉഷാറാവാം. അപ്പോൾ രാജേഷിന് കുറച്ച് നേരം അങ്ങോട്ട് റെസ്റ്റ് കൊടുത്തിട്ട് ഞാൻ അങ്ങോട്ട് കുറച്ച് നേരം ഓടിക്കാമെന്ന് വിചാരിച്ചു. ലുലുവിൻ്റെ അവിടെ മരുന്ന് ഓടിച്ച് നോക്കാം. കുറച്ച് ദിവസമായി ഓടിച്ചിട്ട് അപ്പം പറഞ്ഞാൽ എന്താ വെച്ചാൽ ബ്രേക്കൊക്കെ ചവിട്ടുമ്പോൾ അങ്ങോട്ട് ഇവിടെയൊക്കെ ഒരു വലിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ജസ്റ്റ് ഓടിച്ച് നോക്കി കഴിഞ്ഞാൽ മാറി ഓടിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാമല്ലോ. ഇനിയിപ്പോൾ എന്താ പറയുക, വല്ല വ്യത്യാസം അവസ്ഥയിൽ ഓടിക്കുമ്പോൾ അവൻ അത്ര കണ്ട് അറിയില്ല. അപ്പോൾ അതൊന്ന് നോക്കി നോക്കാം. പിന്നെ അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് നമ്മുടെ ഇപ്പുറത്തെ സൈഡിലില്ലേ എടാ? സീറ്റ് ബെൽറ്റ് നിന്റെ സൈഡിലില്ലേ? ഉണ്ടല്ലേ? ഇതിന്റെ സീറ്റ് ബെൽറ്റ് ഒക്കെ വ്യത്യാസം ഉണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മറ്റേതൊക്കെ ഇങ്ങനെ നമ്മൾ വലിച്ചിട്ട് ആവശ്യത്തിനുള്ള പുറത്തേക്ക് വരാൻ നിൽക്കുക. ഇത് അങ്ങനെയല്ല. ഇവിടെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇങ്ങനെയുള്ള വണ്ടികളുടെ. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ കറക്റ്റ് അല്ല. രാജേഷിന്റെ ഭാഗത്ത് ലൂസിലെ കിടക്കണം. അപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കാനില്ല, ഇങ്ങനെ തന്നെ കിടക്കട്ടെ. രാജേഷ് പോവല്ലേ? അപ്പോൾ ലുലുവിലേക്ക് ഓക്കെ. രാജേഷ തൊട്ടടുത്ത കടലിന്റെ അവിടേക്ക് പോണോ? നിന്റെ വേറെ ഓട്ടോ ഒന്നുമില്ല. കടലിൽ പോണോ കുറച്ചു നേരം? എത്ര ഈ സമയമായിട്ടില്ലല്ലോ? 12:45 ഇഷ്ടം പോലെ സമയമാണ്. ഓക്കെ ആയിക്കോട്ടെ. അപ്പൊ ഇവിടെ നിർത്തി പൈസ മേടിച്ചിട്ട് വേണം പോവാനായിട്ട് അല്ലേ? നമ്മളിത് കടലിന്റെ അവിടെ എത്തിയിട്ടോ. കടലിന്റെ നമ്മൾ കല്ലടിക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു കടല്. അപ്പൊ അത് കാരണം രാജേഷിന്റെ ഒരു ആഗ്രഹമായിരുന്നു കടല് കാണണം. കടല് കണ്ടിട്ട് കുറെ നാളായി. കടല് കണ്ടിട്ടുള്ള. അപ്പൊ അതുകൊണ്ട് തന്നെ കോതോളം നേരെ ബീച്ചിലേക്ക് ഞങ്ങൾ വന്നു കേട്ടോ. കോതോളം ബീച്ചില് ഞങ്ങള് നേരെ ബീച്ചിലേക്കാണ് വണ്ടി ഇറക്കണ കേട്ടോ. ഞാനുണ്ടാവുന്നുള്ള അറിയില്ല. അങ്ങനെ മണലിലേക്ക് ഇറക്കി കൊണ്ടോണ്ടാ. വെറുതെ ഇതിനെ പണി മേടിക്കാൻ ആവശ്യമില്ല. ഇവിടെ വരെ മതി. ഇങ്ങനെ വരെ നിന്നോട്ടെ. ഇതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു പോക്ക് വേണ്ട. ഇവിടേക്ക് നിർത്തി നമ്മൾ അവസാനം ഇവിടം വരെ. ഇവിടെ ബെഞ്ചൊക്കെ കിടക്കുന്നുണ്ട്. നമുക്ക് നട്ടുച്ച വെയിലത്ത് കുറച്ചു നേരം ബെഞ്ചിന്റെ ഉള്ളില് കയറിയിരിക്കാം.
ഒരു ബീച്ചിൽ ഇറങ്ങി നടന്ന് നോക്കാം അങ്ങനെയുണ്ടല്ലോ. ആ ചെരുപ്പ് ഊരിട്ടാ നല്ലത്. കണ്ടാ മണപ്പുറം ഫൈനാൻസുകാരെ കേട്ടാ കസാര ഈ മറ്റേ തെർമക്കോളും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വഞ്ചിയുടെ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് ഒരു ദിവസം പോയാൽ തന്നെ 10,000 രൂപ ഉണ്ടാക്കി വരൂടാ ഇങ്ങനത്തെ സാധനത്തിൽ തന്നെ. അങ്ങനെയാണ്. ആരുമില്ലല്ലോ, ആരുമില്ല. നല്ല കാല് പൊള്ളലുണ്ട് കേട്ടാ. ഇവിടെ വരെ തരയടിച്ചിട്ടുണ്ട്, ഇവിടെ തണവുണ്ട്, അവിടെ അങ്ങോട്ട് വെയില. ആരും നനയ്ക്കാത്ത ശേഷം ഓ കടലിന്റെ ഒരു വ്യൂ നോക്കിയേ. ആ അറ്റം മുതൽ ഈ അറ്റം വരെ ഒറ്റ ആൾക്കാരില്ലാണ്ട് കടലിൽ നമ്മൾ ഇങ്ങനെ കാഴ്ച കണ്ട് അങ്ങേറ്റത്തുണ്ട് കേട്ടോ. അവിടെ ആൾക്കാരുണ്ട്, അതിൽ 2 പേര് നടന്നു പോകുന്നുണ്ട്. ഉറച്ചു ഇതിലൊക്കെ വണ്ടി ഓടിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത്ര ഗ്യാപ്പിൽ നമുക്കൊരു പാത ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ സുഖമായിട്ട് വണ്ടി ഓടിക്കാം. നമ്മൾ മറ്റേ ഇവിടെയൊക്കെ വണ്ടി ഓടിക്കണ പോലെ ആ ഡ്രൈവേഴ്സ് ബീച്ചില്ലേ നമ്മളുടെ കണ്ണൂര്, പക്ഷെ അതേപോലെ വണ്ടി ഓടിക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ അവിടുന്ന് ഇവിടേക്ക് ഇറക്കാനുള്ള ഗ്യാപ്പില്ല, അതാണ്. പിന്നെ അതുപോലെ തന്നെയില്ലേ നമ്മുടെ വണ്ടിയൊക്കെ അന്ന് നമ്മൾ കടലിൽ വണ്ടി ഇറക്കി ഓടിച്ച് കഴിഞ്ഞപ്പോൾ വെള്ളം തെറിച്ചിട്ട് വണ്ടി നിന്നില്ലേ. അപ്പോൾ അത് മറ്റേ ഇതിൽ അവരുടെ ഹിസ്റ്ററിയിൽ എഴുതി വെച്ചേക്ക ഫ്ലഡ് വണ്ടി എന്ന് പറഞ്ഞിട്ട്. എന്താ ചെയ്യാ മണ്ണ് ഒഴുകി പോയിരുന്നു പറഞ്ഞിട്ടുണ്ട്. അത് ഒഴുകി പോയാണ് കണ്ട കാൽച്ചോട്ടിലെ മണ്ണ് ഒലിച്ചു പോകണത് അറിയാണ്ടിരിക്കരുതെന്ന്, അങ്ങനെയല്ലേ? അത് നമ്മൾ അറിയാം എന്തായാലും. നീ അറിഞ്ഞോ ഒരു കാര്യം? നമ്മുടെ കാറില്ലേ, കാറിൻ്റെ ഹിസ്റ്ററിയിൽ അവർ എഴുതി വെച്ചേക്കാണ് അന്ന് കടലിൽ ഇറക്കിയപ്പോൾ മറ്റേ വെള്ളം തെറിച്ചിട്ട് വണ്ടി നിന്നില്ലേ, അപ്പോൾ പറയാം ഫ്ലഡാന്ന് പറഞ്ഞിട്ടാണ് അതിൽ എഴുതി വെച്ചേക്കണേ അവർ. വളരെ ഗുഡ്. ഞാൻ പറഞ്ഞു വളരെ നന്നായി, അങ്ങനെ തന്നെ എഴുതി വെച്ചോളാൻ പറഞ്ഞു. അല്ലാണ്ട് പിന്നെ ഇപ്പോൾ എന്താ പറയുക. ആ തരം നമ്മൾ നനയ്ക്കും മിക്കവാറും. ബാക്ക് ഇറങ്ങിക്കോ. ശക്തിയായിട്ടുള്ള തിരമാലകളില്ല കേട്ടാ, വലിയ ശക്തിയായിട്ടുള്ള തിരമാലകളില്ല. പതയുണ്ട് നന്നായിട്ട്. ഉപ്പ് സോഡ ഉണ്ടാക്കാനാണെങ്കിലേ ശരിക്കും പറഞ്ഞാൽ നാരങ്ങ മാത്രം പിഴിഞ്ഞാൽ മതി. അല്ല മീൻ വരുന്നത് നോക്കിയോ, വെറുതെ നിന്നിട്ട് വല്ല മീൻ കിട്ടുകയാണെങ്കിൽ അത് കൊണ്ടുപോകാമല്ലോ. അടിപൊളി. ഒരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് ചാകര. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് നേരം കടലിൻ്റെ അവിടെ എൻജോയ് ചെയ്തിട്ട് പോവാം. ഇനിയിപ്പോൾ തിരക്കുള്ള ഓട്ടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഒരാഴ്ച 3 മണിക്ക് മുന്നേ അവിടെ എത്തിയാൽ പോരെ. അപ്പം പിന്നെ ഒന്നും നോക്കാനില്ല. ഞണ്ട് കുഴി ഇട്ടാക്കിയിട്ടുള്ളതാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ കുറേ നമ്മുടെ ശംഖില്ലേ, ശംഖ് എന്നല്ലേ പറയടാ ഇതിന്, ശംഖ് കുറേ എണ്ണം കടലിൽ നിന്ന് ഇങ്ങനെ വാരിയിട്ട നേരെ വണ്ടിയുടെ അടുത്തേക്ക് പോകാൻ കേട്ടോ. വണ്ടി കിടക്കണം. അവിടെ ഒരു ബസ്സും കിടക്കുന്നുണ്ട്. ബസ് ഇവിടെ വരെ ഓട്ടം വരുന്നതാന്ന് തോന്നുന്നുണ്ടല്ലേ, ട്രിപ്പ് ബസ്സാന്ന് തോന്നുന്നുണ്ടല്ലേ. ഇവിടെയൊക്കെ എന്തെല്ലാം എൻ്റർടൈൻമെൻറ്റുകൾ ചെയ്യാൻ പറ്റുമെന്ന് അറിയോ. അതേ ഫുട്ബോൾ കളി ഗ്രൗണ്ട് ഉണ്ട്, അതേപോലെ തന്നെ ബൈക്ക് റേസിങ് കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണ് കേട്ടോ ബീച്ച് റേസൊക്കെ. കാരണം വീണ് കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നും പറ്റുന്നില്ല. ബസ് പോയില്ല പറഞ്ഞപ്പോഴേക്കും. ഇവിടെ അധികം വഞ്ചികളും സാധനങ്ങളൊന്നും ഈ ഭാഗത്ത് കാണില്ല, ഈ ഓരോ മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. എന്തായാലും ഈ സാധനം വീട്ടിലേക്ക് കൊണ്ടുപോകാം, വണ്ടിയിലിടാം. ഞങ്ങൾ വണ്ടി റോഡ് സൈഡിൽ തന്നെ ഇവിടെ പാർക്ക് ചെയ്ത് നിർത്തി. അവിടേക്ക് ഇങ്ങോട്ട് കിടക്കണ, അവിടുന്ന് മാറ്റിയിരണ. ആയിക്കോട്ടെ. അപ്പോൾ ലേശകടി ബാക്ക് ഇറക്കിയിട്ട് കൊടുക്കാനാണ് പറയണത്. കടയുടെ എല്ലാവർക്കും അതിൽ നടക്കണം എന്നാണ് പറയണത്. അപ്പോൾ ലേശം ഇവിടെ സ്ഥലമുണ്ട്, ഇവിടെ ഇങ്ങോട്ട് മാറ്റിയിട്ട് കൊടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ വർത്താനം പറഞ്ഞപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. രാജേഷ് ഇവിടുത്തെ വൈമാളിലും കയറിയിട്ടില്ല, ലുലുമോളിലും കയറിയിട്ടില്ല, മെട്രോയിലും കയറിയിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവനൊരു ലോക്കൽ ടൂർ നമ്മൾ കൊണ്ടുപോകണം. ഇതിപ്പോ ഇല്ല, എന്തായാലും ഈ അടുത്ത ദിവസം തന്നെ നമ്മൾ പോകുന്നതായിരിക്കും. ഞാൻ ഈ വക സ്ഥലങ്ങൾ പോലും നീ കണ്ടിട്ടില്ല എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. വലിയ വലിയ സ്ഥലങ്ങൾ മാത്രമാണ് കണ്ടിട്ടില്ല, ചെറുകിട സ്ഥലങ്ങൾ ഇഷ്ടമില്ല. അതെന്തായാലും നന്നായി. ഇപ്പൊ എന്തായാലും ഈ വൈമാള് നിന്നെ ആദ്യം കാണിച്ചു തരാം. പക്ഷേ കണ്ടില്ല എന്ന് പറയരുത്. മൊത്തത്തിൽ പുറത്തുനിന്ന് തന്നെ ഒന്ന് നോക്കി കണ്ടോ. ഗുരുവായൂരത്തെ അല്ലെങ്കിൽ ഗുരുവായൂരത്തെ വൈമാൾ എന്ന് പറയുന്ന സംഭവം നോക്കി കണ്ടില്ല എന്ന് പറയരുത്. അടിപൊളിയല്ലേ? ഇപ്പൊ തന്നെ ഫുഡിന്റെ മണം വരുന്നില്ലേ? അയ്യോ, നമ്മൾ ടിപ്പർ കൊണ്ട് വരികയാണെങ്കിൽ ഇവിടെ പാർക്കിംഗ് കിട്ടിയാൽ സുഖമായിട്ട്. പിന്നെ രാജേഷിന് പേടിയാണ്, ഇവിടെ മുണ്ടെടുത്ത് കഴിഞ്ഞാൽ കയറ്റുമോ. അത് തന്നെ അവൻ അടിയിൽ ട്രൗസർ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവര് മുണ്ടെടുത്തവരെ കയറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ രാജേഷ് അത് ഷോളാക്കി മാറ്റും, ട്രൗസറാക്കും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഫുഡ് കോർട്ടിൽ നിന്ന് എന്തൊക്കെയാണ് കഴിക്കാനുള്ളതെന്ന് നോക്കിയിട്ട് ഇവിടുത്തെ പലഹാരമൊക്കെ ഉണ്ട് അല്ലേ. ബാ. ശരിക്കേ ഹോട്ടലില്ലാത്ത സമയത്തേ ഇതേപോലെ നമ്മൾ ഇങ്ങോട്ടേക്കൊക്കെ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലുള്ള സമയമാണെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത് നല്ല തണുവില്ലേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി ഒരു കസാരയിൽ കയറി ഒരു മണിക്കൂർ നേരം റെസ്റ്റ് എടുക്കുക. 1/2 മണിക്കൂർ റെസ്റ്റ് എടുത്ത്
ആ ഇവിടെ സെയില് നടക്കുന്നുണ്ട് കേട്ടോ. കണ്ട് ഫുഡ് കോർട്ട് മുകളിലാണെന്നുണ്ട്. അല്ലല്ല ഇവിടെ തന്നെയാണ് ഫുഡ് കോർട്ടില്ലാന്നുണ്ട്. അപ്പോൾ ഇവിടെ സാധനം മേടിച്ച് മുകളിൽ പോയിരുന്ന് കഴിക്കേണ്ടി വരില്ല. ഫുഡ് കോർട്ട് ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് ഫുഡ് ഐറ്റംസ് എന്നിട്ടുള്ളതെന്ന് നോക്കിയിട്ട് അത് മേടിച്ചിട്ട് മുകളിൽ പോയി കഴിക്കാം. ആ ഓഫറുകളുണ്ട് കണ്ടില്ലേ. ഒന്ന് മേടിച്ച് കഴിഞ്ഞാൽ 30%, 2 മേടിച്ച് കഴിഞ്ഞാൽ 50%. ട്രാക്ക് സൂട്ടുകളും ബനിയനും സാധനങ്ങളൊക്കെ കഴിഞ്ഞ പോലത്തെ വിറ്റ് അവസാനിപ്പിക്കലാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പുറത്ത് തന്നെ ഉണ്ട്. ഇതാണ് സംഭവം. ഇതാണ് ഇതിൻ്റെ മോൾ വശം, ഉൾവശം, സെൻറ്റർ വശം എല്ലാം. ഇവിടെയാണ് വല്ല ഫംഗ്ഷനൊക്കെ നടക്കുകയാണെങ്കിൽ ഇതാ സ്റ്റേജിൽ നടക്കും. ഇവിടെ ഈ സൈഡിൽ 1ാമത്തെ നില, 2ാമത്തെ നില എല്ലാ നിലയിലും നിറച്ച് നിന്ന് ആൾക്കാർക്ക് കാണാൻ പറ്റും. ഇവിടെ വരെ നിന്ന് കാണാം. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർക്ക് പരിപാടി കാണാനുള്ള ഒരു സംഭവം കൂടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഓഫർ നടക്കുന്നുണ്ട്. ഷൂസിൻ്റെ ഓഫറുണ്ട്, ഡ്രസ്സുകളുടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ തൃപ്രയാർ ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് വന്ന് നോക്കി പോകാട്ടോ. റീബോക്കിൻ്റെ ഒക്കെ ഉണ്ട്. വില എത്രയാണ്? 4000 രൂപ. ഇതിൻ്റെ പകുതി വിലയാണോ? 2599. പകുതി വില അത് ഇത് തന്നെയാണോ വില? അല്ല, 1862 രൂപയുള്ളൂ. ബാഗ് ഉണ്ട്. നീ വല്ല ടൂർ പോകണമെങ്കിൽ ഇപ്പോഴും ബാഗ് മേടിക്കണം. നമുക്ക് വേണ്ട, ആ സമയത്ത് ആവശ്യമുള്ളപ്പോൾ മേടിക്കാം. അതേപോലെ ബില്ലടിക്കാനുള്ളടത്ത് തിരക്ക് കണ്ട. നമ്മൾ ഭക്ഷണം മേടിച്ചാലും ബില്ലടിക്കാൻ കുറച്ച് തിരക്കുണ്ടാവും കേട്ടോ. അപ്പോൾ എന്നാലും വെയിറ്റ് ചെയ്യാം. നല്ല തിരക്കാണ്. രാജേഷ് ഫുഡ് അടിക്കുന്നതിനേക്കാളും മുന്നേ സംഭവം ഒന്നും കാണാത്തതുകൊണ്ട് തന്നെ ഒരു റൗണ്ട് ഒന്ന് കണ്ടതിന് ശേഷം അല്ല രാജേഷ്. അല്ലാണ്ട് ഇപ്പോൾ മേടിക്കലല്ല. ആപ്പിൾ 99 രൂപ, തണ്ണിമത്തം 39 രൂപ, പപ്പായ 39 രൂപ. സാധനങ്ങളൊക്കെ ഒന്ന് കണ്ടിരിക്കുക. ഈന്തപ്പഴം, ലുലു, പിന്നെന്താ അവൻ്റെ അടുത്ത് കഴിച്ച് നോക്കിക്കോ. കുഴപ്പമൊന്നുമില്ല. 229 രൂപ, 169 രൂപ. പല പല ഈന്തപ്പഴങ്ങളുണ്ട്. പച്ചക്കറികളൊക്കെ നമ്മൾ നാട്ടിൽ കാണാത്ത ഒരുപാട് സാധനങ്ങൾ ഇവിടെ കാണാൻ പറ്റും. അതൊക്കെയാണ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വാഴപ്പിണ്ടി അല്ല, വാഴമാണി 32 രൂപയുണ്ട്. അല്ല, 19.50. വലിപ്പത്തിനനുസരിച്ചാണ് തോന്നുന്നുണ്ട്. 3 വില തിരിച്ചിട്ടുണ്ട്. ഇതൊക്കെ വീട്ടിൽ വെറുതെ ഒന്ന് പോകണമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ കാശുണ്ടെന്നുള്ളത്. നല്ല മാങ്ങ വരിയുണ്ട്. നല്ലതായി. നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നല്ല തിരക്കാൻ മൊത്തത്തിൽ കേട്ടോ. ബേക്കറി സെക്ഷൻ. നമ്മുടെ നെസ്റ്റോയിൽ പോകണേക്കാളും തിരക്കുണ്ട് ഇവിടെ. നെസ്റ്റോയിലൊക്കെ കുറച്ച് ദിവസം മുന്നേ ഒക്കെ പോയപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ അറേഞ്ച്മെൻറ്റൊക്കെ പെർഫെക്റ്റാണ്. എല്ലാ സംഭവങ്ങളും കറക്റ്റ് സെറ്റിങ്ങാണ്. അവിടെ ഇവിടെയൊക്കെ പോയി തരേണ്ട ആവശ്യമില്ല. ബേക്കറി സെക്ഷൻ ആണെങ്കിൽ ബേക്കറി ഫുള്ള് ഒരു സ്ഥലത്ത്, പച്ചക്കറി മൊത്തമാണെങ്കിൽ പച്ചക്കറി മൊത്തം ഒരു സ്ഥലത്ത്. അങ്ങനെയാണ് കേട്ടോ സെറ്റപ്പ്. ഫ്രൂട്ട്സും അതൊക്കെ ആ കാറ്റഗറിയിൽ. പിന്നെ ഇനി മീറ്റും ഫുഡ് സെക്ഷനൊക്കെ എവിടെയാണെന്ന് നോക്കട്ടെ. ഷവർമ്മ കാണാനാണ് തുമ്പിക്കൈ പോലെ അത്രയും വലിപ്പമുണ്ട് അല്ലേ. നോക്കിയേ സംഭവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ സെറ്റ് ചെയ്ത് തരും. ഇവിടെയാണ് കേട്ടോ ഫുഡ്. ബിരിയാണി സാധനങ്ങളൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ്. നമുക്ക് എന്തൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കേട്ടോ. ഫ്രൈഡ് റൈസ് 200 രൂപ, അല്ല ഗീ റൈസ് 200 രൂപ, ബിരിയാണി 360 രൂപ, മറ്റേ ഫ്രൈഡ് റൈസ് 199 രൂപ, വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, പിന്നെ ഓരോരോ സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എന്താ വേണമെന്ന് വെച്ചാൽ അവിടെ വരെ നോക്കിയതിന് ശേഷം മേടിക്കാം. എന്നിട്ട് വേണമെങ്കിൽ തീരുമാനിക്കാം. ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ എന്നിട്ട് നോട്ടെ. 159 രൂപയ്ക്ക് 2 പീസ് ഫ്രഞ്ച് ഫ്രൈസ്, ഇത് എല്ലാ സാധനങ്ങളായിട്ട്. 239 രൂപയ്ക്ക് 4 പീസ്, പിന്നെ 259 രൂപയ്ക്ക് 2 പീസ് അൽഫാം, കുബൂസ് സാധനങ്ങൾ. പിന്നെ 600 രൂപ. ഫുഡ് ഐറ്റംസ് ഇന്ന് കുറേ ഓഫറുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കട്ടെ. റോസ്റ്ററൊക്കെ വരുന്ന അടിപൊളി പിന്നെ എന്തായാലും. അപ്പോൾ ഏതാ വേണ്ടതെന്ന് നോക്കട്ടെ. അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ ഈ കോമ്പോ പറയുന്നത് പറഞ്ഞാൽ അൽഫാം കോമ്പോ അല്ലേ. പിന്നെ ഇതെന്തുട്ടാ 235. ഈ സാധനം കഴിച്ചിട്ടില്ല. ഇത് നോക്കണം നമുക്ക്. ഈ ഒരു വെറൈറ്റി അൽഫാം തന്നെ, ക്രീമി അൽഫാം എന്ന് പറയുന്ന സാധനം നോക്കണം. കഴിക്കാന്ന് പറഞ്ഞ പ്രാവശ്യം കഴിച്ചു നോക്കിയാലേ അറിയുള്ളൂ എന്താവും ടേസ്റ്റ്, നന്നാവും പൊട്ടയോ നോക്കി നോക്കാം. അപ്പൊ ഇതൊന്ന് നോക്കി നോക്കട്ടെ കേട്ടോ. നമ്മളെന്തായാലും അൽഫാം കോമ്പോ പറഞ്ഞിട്ടുള്ള ക്രീമി അൽഫാം കോമ്പോ. നല്ല തിരക്കാണ് കേട്ടോ. ഫുള്ള് തിരക്കാണ് കേട്ടോ. എല്ലായിടത്തും നിൽക്കാൻ പറ്റില്ലാത്ത തിരക്കാണ്. സാധനങ്ങൾ വെറുതെ കൊടുക്കണം പോലെയാണ് എല്ലായിടത്തുള്ള തിരക്ക്. അപ്പോൾ ഒരാഴ്ച പറയാണ് നമുക്ക് സാധനം പുറത്തുനിന്ന് കഴിക്കാം. പക്ഷെ ഞാൻ സമ്മതിക്കില്ല. ഇവിടുത്തെ ഗ്രില്ല് സാധനം ഇപ്പോൾ ഇവിടെ മസാല തേച്ച് വെച്ചിട്ടുള്ള ഒരു ഗ്രില്ല് തരാമെന്ന് പറയണം. അപ്പോൾ ഗ്രില്ലിന് സമയം അരമണിക്കൂറാണ് പറഞ്ഞു. എന്നാലും കുഴപ്പമില്ലല്ലോ, മെല്ലെ ആവട്ടെ, നമുക്ക് തിരക്കില്ല. അല്ല അതെ, നമ്മളുടെ സാധനം പറഞ്ഞ സാധനം തീർന്നു കണ്ട. നമ്മളത് മുന്നേ പറഞ്ഞത് നന്നായി, അല്ലെങ്കിൽ ഇപ്പോൾ തീർന്നു പോയേനെ. ഓഫറുകളുള്ള സാധനങ്ങൾ പടപടയുന്ന തീർന്നു പോണതേ. എൻ്റെ പൊന്നു ഗൈസ് സാധനം കിട്ടി. രാജേഷ് അവിടെ രാജേഷ് സാധനം പിടിച്ചോട്ടോ. കളയേണ്ട, ആൾക്കാർ തട്ടിപ്പറിക്കാൻ ചിലപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സാധനമാണ്. അവിടുത്തെ ലുലു പോലെ തന്നെ, പക്ഷെ അത്ര അധികം ക്വാണ്ടിറ്റിയിലുള്ള ബൾക്ക് സ്റ്റോക്ക് ഉണ്ടാവില്ല എന്ന് മാത്രം. എല്ലാ സാധനങ്ങളും ഉണ്ട്. അവിടെ ഒരു 50 മട്ടൻ്റെ കാലിരിക്കണമെങ്കിൽ ഇവിടെ ഒരു 5 എണ്ണം ഉണ്ടാവുള്ളൂ. അതന്നെ വ്യത്യാസം. എന്ത് സംഭവങ്ങളായാലും ഈ സൈഡിലേക്ക് വലിയ തിരക്കില്ല. ഏത് ഈ മീറ്റിൻ്റെ സെക്ഷനിലേക്കൊന്നും വലിയ തിരക്ക് കാണുന്നില്ല. ചിക്കനൊക്കെ ഇരിക്കണമൊക്കെ
അപ്പോൾ എന്തായാലും എല്ലാ സൈസ് എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഫിഷിൻ്റെ സെക്ഷൻ, ഇത് ശരിക്കും കടപ്പുറം ഭാഗമായതുകൊണ്ട് തന്നെ ഫിഷിൻ്റെ സെക്ഷനൊക്കെ ലേശം വില കുറവായിരിക്കും. 320 രൂപ. ലേശം മീൻ മേടിക്കണ്ട, അവിടെ വില കുറവാണ്. 140 രൂപ മാന്തൾ, അടിപൊളി മാന്തളാണ്. സാധനങ്ങൾ മേടിക്കാനല്ല ഇവിടുത്തെ ബുദ്ധിമുട്ട്, ഇവിടെ ബില്ലടിക്കാനാണ് ബുദ്ധിമുട്ട്. ഒരു കുന്ന് ക്യൂ ആണ്. അപ്പോൾ അവർ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ മുകളിൽ 2 സെക്ഷൻ കൂടി ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഈ സ്റ്റെയർ വഴിക്ക് അങ്ങോട്ട് നടന്നോ, എന്നിട്ട് മുകളിൽ പോയിട്ട് തിരക്ക് കുറവുണ്ടെങ്കിൽ അവിടെ ബില്ലടിച്ചോളാം. അപ്പോൾ എന്തായാലും നമുക്ക് മുകളിലേക്ക് ഒന്ന് പോയി നോക്കി നോക്കാം. എൻ്റെ മുന്നിൽ ഗൈസ് രണ്ടാമത്തെ സ്ഥലത്ത് വന്നു. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പറയാനുണ്ടോ ബില്ലടിക്കുന്നിടത്ത് ഓട്ടുകത്തെ തിരക്കാണ്. ഇനിയിപ്പോൾ 3ാമത്തെ നിലയുണ്ട്, അവിടേക്ക് ഒന്ന് നോക്കി നോക്കാം. ഇവിടെ വലിയ തിരക്കില്ലാന്ന് തോന്നുന്നുണ്ട്, നോക്കി നോക്കാം. ഗൈസ് സാധനങ്ങൾ അങ്ങനെ കിട്ടി. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് മുകളിലാണ് ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞ് മുകളിലേക്ക് വന്നതാണ്. അപ്പോൾ നോക്കിയപ്പോൾ പറയുന്നത് 2nd ഫ്ലോറിലാണ്. അപ്പോൾ ഇനി വീണ്ടും താഴത്തേക്ക് ഇറങ്ങാം. എന്തായാലും മോള് വരെ ഒന്ന് കയറിയെന്ന് മാത്രം. മോള് വരെ കയറി അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് ഞാൻ കണ്ടിട്ടുള്ളതാണ്. രാജേഷിനൊക്കെ ഒന്ന് കാണിച്ച് കൊടുത്ത് താഴത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. ഇവിടെ നിന്നുള്ളൊരു ലുക്ക് അടിപൊളിയാണ്. പക്ഷേ ഇഷ്ടമായില്ലേ നിനക്ക്? ഇപ്പം നീ ഒരു ടൂറാട്ടോ വന്നിട്ടുള്ളേ? ടൂറ് ലുലുവിലേക്കുള്ള ടൂറ് കേട്ടോ. താഴത്തേക്ക് പോവാ. ഫുഡ് അടിക്കാനുള്ള സ്ഥലം എവിടെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോഴാണ് രാജേഷ് ഒരു ആശ്വാസമായി എന്ന് പറഞ്ഞത്. അതായത് പ്ലേറ്റ് കയ്യിൽ കിട്ടി. അതേപോലെ തന്നെ അൽഫാം നമ്മൾ ക്രീമി അൽഫാമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്രീമി അൽഫാം നമ്മൾ പറഞ്ഞതിന് ശേഷം അവർ ചുട്ട് തരികയാണ് ചെയ്തത്. പിന്നെ ഒരു എത്ര കുബൂസ് ഉണ്ട്? ഒരു 3 കുബൂസ്. കൊക്കക്കോള വേറെ മേടിച്ചാൽ പിന്നെ ഈ ജ്യൂസ് ഇതിൻ്റെ ഒപ്പം ഉള്ളതാണ്. പിന്നെ സലാഡ് ഉണ്ട്, പിന്നെ മയോണൈസ് ഉണ്ട്. കഴിച്ച് തുടങ്ങിക്കോ, ഒരൊറ്റത്തും തുടങ്ങിക്കോ വേഗം. എനിക്ക് എല്ലും പീസ് മതി, എനിക്ക് ചിക്കൻ്റെ എല്ലാം ഇഷ്ടം. അപ്പോൾ ഇത് കഴിച്ചോട്ടെ. ഇനി ശരിയായില്ലെങ്കിൽ നമുക്ക് അടുത്ത് ബില്ലടിക്കാൻ പോവാം. ഓക്കെ, അടുത്തത് ഇവിടെ തന്നെ ഉണ്ടാ. ഇവിടെ ഫുഡ് കോർട്ടിൽ ഇഷ്ടം പോലെ വേറെ സാധനങ്ങളുണ്ട്. ഇവിടെ ആകുമ്പോൾ നമുക്ക് താഴത്തുനിന്ന് പോയി കഴിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ഇരുന്ന് തന്നെ കഴിക്കാമല്ലോ. ഐസ്ക്രീം ഇവിടെ ഉണ്ട്. ആദ്യമായിട്ടാണ് കേട്ടോ ക്രീമി അൽഫാം എന്ന് പറഞ്ഞിട്ടുള്ള അൽഫാം കഴിക്കണം. സംഭവം ക്രീമി അൽഫാം എന്ന് പറഞ്ഞാൽ നല്ല ക്രീമി തന്നെയാണ് കേട്ടോ. ക്രീമൊക്കെ ഇങ്ങനെ ആയിട്ടേ ആ കളർ തന്നെ കണ്ടോ, വേറൊരു പേസ്റ്റൊക്കെ ഇട്ടിട്ടുള്ള പോലത്തെ നല്ല രുചിയുണ്ട്. ഞാൻ ഒരു പീസ് കഴിച്ചു. രാഷ്ട്രീയം എങ്ങനെയുണ്ടാ? ഇഷ്ടപ്പെട്ടു? എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് നല്ല ഇഷ്ടമായി. ഇഷ്ടമില്ല. ഞാനും ആദ്യമായിട്ട് ഈ സാധനം കഴിക്കണേ. അൽഫാം കഴിച്ചിട്ടുണ്ട്, പക്ഷേ ക്രീമി അൽഫാം കഴിച്ചിട്ടില്ല. ഇത് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് മയോണൈസിൽ വേണമെങ്കിൽ ഒരു മുക്കിയാൽ മതി. മുക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മുക്കി കഴിഞ്ഞാൽ വേറെ ടേസ്റ്റ് കിട്ടും. പിന്നെ സലാഡ് നല്ലതാണോ എന്ന് നോക്കിയിട്ടില്ല, ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഈ ജ്യൂസ് നല്ല അടിപൊളി ജ്യൂസാട്ടോ. അതിൻ്റെ പേര് അവരെന്തോ പറഞ്ഞായിരുന്നു, മറന്നുപോയി, ഓർമ്മയില്ലല്ലോ. എന്തായാലും കലക്കൻ ജ്യൂസാണ്. അതേപോലെ മൊത്തത്തിൽ സാധനങ്ങൾ അടിപൊളിയാണ്. അപ്പോൾ ഇനി കഴിച്ചിട്ട് കാണാം കേട്ടോ ഗൈസ്. ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഞങ്ങൾ 2:30 കഴിഞ്ഞ സമയം. അപ്പോൾ ഇനിയിപ്പോൾ 3:30 ആകുമ്പോഴേക്കും നമ്മൾ വീടിൻ്റെ അവിടേക്ക് എത്തണം. അപ്പോൾ രാജേഷിന് ആദ്യത്തെ ഒരു ടൂർ കഴിഞ്ഞു. ഇനി അടുത്ത് കൊടുങ്ങല്ലൂർക്കോ ഇരിഞ്ഞാലക്കുടയ്ക്കോ ഓട്ടം ഉണ്ടെങ്കിൽ നേരെ ലുലുവിലേക്ക് പോകും അല്ലേ? ലുലു ആണ്. അപ്പോൾ ഇവന് എല്ലാ സ്ഥലങ്ങളും ഒന്നും കൊണ്ടു കാണിച്ചു കൊടുക്കണം. എനിക്ക് അറിയില്ലായിരുന്നു ഗൈസ്, ഇവൻ ഇതൊന്നും കണ്ടിട്ടില്ല എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ മുകളിൽ നിന്ന് താഴത്തേക്കുള്ള കാഴ്ചയും താഴത്തുനിന്ന് മുകളിലേക്കുള്ള കാഴ്ചയും ഒക്കെ ഇവന് കാണിച്ചു കൊടുത്തു. പോവാ നമുക്ക്. ഇനി പുറത്തേക്കുള്ള വഴി, നമ്മുടെ വണ്ടി അവിടെ ഉണ്ടെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇനി ആരോടും ലുലു കണ്ടില്ല എന്നുള്ളത് പറയരുത് കേട്ടോ. ഓക്കെ. ഒരെണ്ണം കണ്ടു. ഇത് വൈമാളാണ്, പക്ഷേ ഹൈപ്പർ മാർക്കറ്റും ബാക്കിയുള്ള സംഭവങ്ങളും എന്താ പറയുക ഫാഷനും ലുലു കണക്റ്റും അങ്ങനെ എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. ലുലുവിൻ്റേതായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത് നമുക്ക് ലുലു മോളിലേക്കാണ് രാജേഷിനെ കൊണ്ടുപോകുന്നത്. അല്ല ഇനി ഓട്ടം കിട്ടിയില്ലെങ്കിൽ വണ്ടി കൊണ്ട് ഞാൻ നിന്നെ കൊണ്ടുപോകാം, കാറിൽ കൊണ്ടുവന്ന് കാണിച്ചു തരും പോരെ. ഗായ്സ് എന്തായാലും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങണ വഴിക്ക് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഒരേ കളറിഞ്ഞ് ഇത് മാത്രം ചോക്ലേറ്റ് മാത്രമേ ഉള്ളൂ ഇതിന്. എന്നാടാ പിന്നെ ഐസ്ക്രീം കിട്ടിയില്ല എന്നുള്ള പരാതി പറയാൻ പാടില്ല കേട്ടാ. 2 കിട്ടി. ഓക്കെ. പൈസ ഉണ്ടോ? 60 രൂപ കൊടുത്താൽ മതി. 60. മറ്റോ പറഞ്ഞ മേടിച്ച് തരുന്നത് ഞാൻ, പക്ഷെ പൈസ കൊടുക്കണം. ചേട്ടാ ഓക്കെ ആയില്ലേ? വണ്ടി അവിടെ കിടക്കണ്ടോന്ന് വേഗം ചെന്ന് എത്തിച്ചു നോക്കാം. കാരണം റോഡിൻ്റെ സൈഡിൽ ഇട്ടിട്ട് പോകുന്നത്. ഇവിടെ പണിയൊക്കെ നടക്കണോണ്ട് ചിലപ്പോൾ ചാർജും ഇതൊക്കെ കിട്ടും. നമ്മൾ ഒതുക്കി റോട്ടിൽ നിന്ന് പുറത്തേക്ക് ഇട്ടിട്ടുള്ളത്, പക്ഷെ അറിയില്ല. ചെന്ന് നോക്കി കഴിഞ്ഞാൽ അറിയുള്ളൂ. നമ്മൾ വണ്ടി നന്നായിട്ട് ഒതുക്കിയിട്ടു, നമ്മുടെ മുന്നിലും വണ്ടികൾ ഒതുക്കിയിട്ടു. ഇനിയിപ്പോൾ ഇവിടെ ഒരാഴ്ച ഇല്ല, കുഴപ്പമില്ല. ഫ്രണ്ട് കുഴപ്പമില്ല, ഇത് ഇവിടേക്ക് കൊണ്ടിട്ടുള്ളൂ. ഐസ്ക്രീമും കൊക്കക്കോടയും കഴിഞ്ഞു. ഞാൻ എങ്ങനെ വണ്ടി ഓടിക്കാം? ഞാൻ തന്നെ ഓടിക്കാം, നീ റെസ്റ്റ് എടുത്തോ. എനിക്ക് കയറിയിട്ട് തന്നാൽ മതി. 2 പിടിച്ചോ. എൻ്റെ ഐസ്ക്രീമിൽ കുറച്ചാ കഴിച്ചിട്ടുള്ളൂ. നീ എൻ്റെ ഐസ്ക്രീമിൽ തട്ടിയെടുക്കരുത് കേട്ടോ. അല്ല പറയാ
അതെന്റെ കേട്ടെ. ഞാൻ ഈ വഴിക്ക് വന്നിട്ട് കാലം കുറെ തൃപ്രയാർന്ന് ശരിക്കും പറഞ്ഞ വാടാനപ്പള്ളി വരെയുള്ള റോഡ് വീതി കൂട്ടിയിട്ട് പക്ഷെ ഈ സ്ഥലങ്ങളൊന്നും മനസ്സിലാവില്ലാത്തത്ര അടിപൊളിയായിട്ടോ. ശരിക്കും നാട്ടിക സെന്റർ ഒന്നും കണ്ടാൽ പോലും അറിയില്ല അല്ലെ ഏതാന്ന്. ഇതിപ്പോ നാട്ടിക സെന്റർ അറിയില്ലെന്ന് പറഞ്ഞു. നിനക്ക് തളിക്കുളം സെന്റർ കാണിച്ചാലും പറ്റും. അതും അറിയില്ല. തളിക്കുളം സെന്റർ കാണിച്ചാലും പറ്റും. ഒക്കെ മാറിപ്പോയി. കാരണം റോഡിന്റെ വീതി തളിക്കുളം സെന്റർ ആദ്യത്തെ കറക്റ്റ് വഴിയായിരുന്നു ഇതാ. അതൊക്കെ ഇപ്പൊ വഴികള് കൂട്ടിയെടുക്കുന്നതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞ നമ്മള് നാട്ടിക കഴിഞ്ഞു, ഇനി തളിക്കുളം എത്തണല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ തൃപ്രയാറ് മാത്രമാണ് ഈ റോഡ് അവിടെ വീതി കൂടാണ്ട് ബാക്കിങ്ങനെ പോയിട്ടുള്ളൂ. ബാക്കിയോടെ പോയിട്ടുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഈ മെയിൻ റോഡിന് വീതി കൂട്ടി പോണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതാണ് നല്ലത്. മെയിൻ റോഡിന്റെ സൈഡിൽ ഇങ്ങനെ വീതി കൂട്ടി എടുക്കുമ്പോ കടകളൊക്കെ ഇപ്പൊ അവർക്ക് കൂടുതൽ കൂടുതൽ പൈസ കൊടുക്കണ്ടേ. പക്ഷെ റോഡ് അതിൽ പോയാലും കുഴപ്പമുണ്ടായിരുന്നു. റോഡിന് വീതി വയ്ക്കാനായിട്ട് എന്റെ പൊണ്ണ് ഇങ്ങനൊക്കെ കല്ലടിക്കാൻ കിട്ടിയ സുഖമായിട്ടാ പറപ്പിക്കാൻ 6 വരി പാതകളെ സുഖമായിട്ട് പറപ്പിക്കാം. ഇത് കൊപ്രകളം എന്നാണ് സ്ഥലമായിട്ടത്. കൊപ്രകളം അറിയും പോലും ഇല്ല. ഇത് കഴിഞ്ഞാലാണ് തളിക്കുളം സെന്റർ വരുന്നത്. ബീച്ചിലേക്ക് സ്നേഹതീരത്തേക്ക് പോണ വഴി കണ്ടറിയില്ല. മനസ്സിലാവില്ലാത്ത അവസ്ഥയായി. എന്തായാലും പണികൾ നടക്കണ്ടേ, ഗംഭീരാവുണ്ട്. അതൊന്നായിട്ട് നടക്കട്ടെ. നമുക്ക് വണ്ടികൾ ഓടിക്കാനുള്ള സൗകര്യം കൂടുതലാവട്ടെ. പടപടയെന്ന് പണികൾ നടക്കണ്ട്. അതിന് കുഴപ്പമില്ല. മിഷനറിയും അതുപോലെ തന്നെ ടാറിങ്ങും മണ്ണടിയും സകല കേസുകളും നടക്കുന്നുണ്ട്. നല്ല ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. അതിന്റെ വണ്ടികളാണ് കിടക്കുന്നത്. പാലം എനിക്ക് പറയാം 10 കൊല്ലം മുന്നേ വരുന്നതായിട്ട് രാജേഷ് ഈ റോഡൊക്കെ അന്ന് ഇവിടെ സമരം എടുത്തിട്ട് ഈ സാധനം നിർത്തി പോയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചിട്ടുള്ളതാണ്. ആ സാധനം അന്ന് വന്നായിരുന്നെങ്കിൽ ഇന്ന് നമുക്കില്ലേ റോഡില്ലാണ്ട് വണ്ടി ഓടിക്കായിരുന്നു. ഇതാണ് ശരിക്ക് തളിക്കുളം സെന്റർ. ഫ്ലൈ ഓവറാ. ഫ്ലൈ ഓവർ ഇവിടെ ഒക്കെ ഇതിലൊരു വഴി വിട്ടാണ്. സ്നേഹതീരത്തേക്ക് പോണ വഴിയാണ്. അതൊക്കെ അതിന്റെ ഉള്ളിൽ പെട്ടു. സ്നേഹതീരം വഴിയൊക്കെ നമ്മൾ തപ്പി പിടിച്ച് പോകണം. തപ്പി പിടിച്ച് പോകണം. അറിയില്ല. ആ വഴികളൊന്നും അറിയാണ്ടായി തുടങ്ങിയിട്ടുള്ളതാണ്. പാലത്തിനുള്ള സാധനങ്ങൾ കൊണ്ട് വെച്ചാണ് കേട്ടാ. ഫ്ലൈ ഓവറിന്റെ കാണാത്ത സൈസ് മിഷനറികളൊക്കെ കണ്ടിട്ട് ഇതൊന്നും നമ്മളൊന്നും ഒറ്റ സ്ഥലത്തില്ല. ഈ സൈസ് മിഷനറി അതൊക്കെ പോസ്റ്റ് ദൂരളയാലോന്നുണ്ട്. അല്ല പോസ്റ്റ് അല്ല, റോഡ് ലെവല് മണ്ണ് ലെവലാക്കണതാണ്. ഇത് മുഴുവൻ മറ്റേ ഇതിന്റെ സൈഡ് പാലത്തിന്റെ സൈഡ് ഫ്ലൈ ഓവറിന്റെ. അപ്പൊ എന്തായാലും നല്ല വികസനമാണ് ഈ ഭാഗത്തൊക്കെ. ഈ വശത്തേക്ക് വരാത്തോണ്ട് അറിയില്ല. വാടാനപ്പള്ളി റൂട്ട് അന്ന് പൊളിച്ചിട്ടേക്കായിരുന്നു. അതുകൊണ്ട് നമ്മൾ 2 പ്രാവശ്യം ആ വഴിക്കാ പോയത്. നമുക്ക് അറിയില്ലായിരുന്നു. ഇത് ദൂരി ഏരിയയിലാണ് ഈ സാധനം ഉണ്ടാക്കിയിട്ടാണ് ഇത്. ഇനിയിപ്പോ പാലം പോണത് ഇതിലാ. ഇവിടുന്ന് അതാണ് പാലത്തിന്റെ വഴി. പാലത്തിന്റെ വഴി അതാണ്. അവിടുന്ന് നേരെ ക്രോസ് ചെയ്യുന്ന പാലം വേഗണ്ട. അപ്പൊ വാടാനപ്പള്ളി ടച്ച് ചെയ്യില്ല. ഇത് മറ്റിവിടെ കണ്ടശകടലൊന്ന് കയറുന്നത്. ഇത് കണ്ടശകടലൊന്ന് കയറും. എന്തായാലും റോഡ് പണി കഴിയാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. പൈപ്പ് ഇടാൻ വേണ്ടി. പൈപ്പുകളൊക്കെ റോഡിന് സൈഡിൽ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം കുത്തി പൊളിക്കാൻ. റോഡ് പണി കഴിഞ്ഞാൽ ഉണ്ടാവുള്ളൂ. നല്ലല്ലേ വൃത്തിയാകുള്ളൂ. അതെ നമ്മുടെ ചേട്ടന്റെ കോഴിക്കട ഇക്ക അവിടെ ഇല്ല ആള്. വലിയ ടോർസിൽ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് പതട്ടുക എല്ലായിടത്തും. അതായത് ഈ ഭാഗത്ത് ഓട്ടം മൊത്തം പോയി. 10 കൊല്ലം മുന്നേ ഞങ്ങള് ഇവിടേക്കൊക്കെ കണ്ടിന്യൂസ് ഓട്ടം എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി 4 ട്രിപ്പ് വരെ ഓടിയിട്ടുണ്ട്. 4 ട്രിപ്പ് ഓടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20, 25, 26 ട്രിപ്പ് വരെ ഒരു ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ വണ്ടിയിൽ ഞാൻ മാറി കയറിയിട്ട് എല്ലാ ദിവസവും ഇവിടെ ഇങ്ങനെ കറങ്ങിയടിച്ചായിരുന്ന സ്ഥലം അതൊക്കെ പോയി. ഇപ്പൊ 6 മാസം കൂടുമ്പോ ഒരു പ്രാവശ്യം പോലും വരാത്ത അവസ്ഥയായിരുന്നതാണ്. വഴികൾ പോലും മറന്നു. അങ്ങനെയായിട്ടാ. കാലം മാറുന്നതനുസരിച്ച് ഓരോ കാര്യങ്ങൾ മാറി പോവാണ്. രക്ഷയൊന്നുമില്ല. അങ്ങനെയാണ്. ടോർച്ച് വണ്ടില്ലോ. ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ചെറുവണ്ടി വിറ്റ് ടോർച്ച് ടോർസാക്കി. അതുകൊണ്ട് തന്നെ നമുക്കുള്ള ഹോട്ടൽ ഇത് അവിടെ ഒരു വണ്ടി ഇടിച്ചതാണോ? അത് കുണ്ടി പോയി. എന്താണ്ടായേ ആ തെറാനോ ഇതേടാ അതേ കിടക്കുന്ന വണ്ടി എന്താ പറ്റിയത്? ഇടിച്ചു തോന്നുന്നു. ഇടിച്ചതാ ഫ്രണ്ട് ഇടിച്ച്. വാടാനപ്പള്ളിന്ന് നേരെ നമ്മൾ കാഞ്ഞാണിയിലെത്തിയിട്ട. കാഞ്ഞാണി വരെ വഴി ഭയങ്കര വീതി കുറവാണ്. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു അത്യാവശ്യം വീതിയുണ്ട്. അപ്പൊ ഇവിടെ 2 സൈഡിലും നിറച്ചും പാടങ്ങളും കാര്യങ്ങളൊക്കെ. ഇവിടുന്ന് ഒരു ലേശം വഴി ഇതേ അങ്ങോട്ട് പോയാൽ കോളുപാടാണ്. അതുപോലെ തന്നെ ഈ കോളുപാടത്തിന്റെ അവസാനം നമ്മൾ ബാക്കിലേക്ക് നോക്കിയാൽ ക്യാമറക്കടെ കാണില്ല. പക്ഷെ അവിടെയാണ് ആരുടെ വീട്?
സത്യനന്ദിക്കാരൻ. അതെ, നിനക്ക് മറന്നു പോയെന്ന് അറിയാൻ വേണ്ടിട്ടാ. സത്യനന്ദിക്കാരന്റെ വീട്ടിലേക്ക് നമ്മൾ കല്ല് വെച്ചണ്ടാ. സത്യനന്ദിക്കാരന്റെ വീടിന്റെ വഴിയിലേക്ക് കോൾപ്പാടത്തേക്ക് കല്ല് വെച്ചിട്ടുണ്ട്. ശരി ചേട്ടാ. ഇവിടെ ഒരു ക്യാമറ ഉണ്ട്, അപ്പൊ നമ്മൾ നോക്കി പോണം. ഈ പാലൊക്കെ വീതി കൂട്ടുന്ന സമയം കഴിഞ്ഞിട്ടാ നോക്കിയ 2 വണ്ടി വന്നു കഴിഞ്ഞാൽ കറക്റ്റാണ് അല്ലേ. ഇവിടെയാണ് കേട്ടോ ജീപ്പില്ലേ, ജീപ്പ്. പഴയ കാലം മുതൽ ജീപ്പുകൾ നമ്മൾ ഓൾട്രേഷൻ ചെയ്യണം. മഹേന്ദ്രയുടെ ജീപ്പൊക്കെ ഓൾട്രേഷൻ ചെയ്ത് ആദ്യം പോറ്റി വണ്ടികളാക്കണ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് ഈ കാഞ്ഞാണിയില്. ഇവിടെ തൊട്ടടുത്തത്. ഇവിടെ ഇപ്പോഴും വർക്ക്ഷോപ്പിൽ പണി ഉണ്ടോ ഇല്ലെന്നത് അറിയില്ല. ഞാൻ ഈ ജിപ്സി ഇത് നിന്നെ വർക്ക്ഷോപ്പ് അതല്ല, അവിടെ വർക്ക്ഷോപ്പ്. അതേ സ്കോർപ്പിയോ ഉണ്ട്, 4 വീലും ഒക്കെ പെട്ട ചെയ്തിട്ട് നിർത്തിയേക്കണേ. അതുപോലെ ബാക്കി ഇതിന്റെ പമ്പറും സാധനങ്ങളൊക്കെ പണിയാൻ നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു വണ്ടി ഇടിച്ച് മറന്നു പോയി. ആ കല്ലുമല ഇടിച്ച് മറന്നു പോയിട്ട് നമുക്ക് കൂടിയാണ് ജിപ്സി കാറും സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് വർക്ക്ഷോപ്പ്. ഭയങ്കര ഫേമസ് വർക്ക്ഷോപ്പാ. അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ട് പോയത് ഈ വഴിക്കല്ലല്ലോ. അല്ല, അങ്ങോട്ട് പോയത് ആലപ്പാട് ചേനം ആ വഴിക്കാണ് പോയത്. തിരിച്ചു വന്നപ്പോ ഈ വഴിക്ക് അപ്പൊ റൗണ്ട് അടിച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു അത് നമ്മള് 2 സൈഡും നിങ്ങൾക്ക് കാണിച്ചു തന്നുണ്ട്. അതെ, ഈ വഴി കണ്ടില്ല, ആ വഴി കണ്ടില്ല, ആ വഴി കണ്ടില്ല എന്ന് പറഞ്ഞില്ല. നമ്മൾ തീരെ വലിയ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 3:30 മുന്നേ എത്തൂല്ലേ. അപ്പൊ കഥകൾ കുറച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഇത്തിരി സ്പീഡാക്കാവും നന്നാവട്ടെ വിചാരിക്കുന്നു. ഇടയ്ക്കാന്ന് പറയുമ്പോ ഇതിന് കാര്യമുള്ളതായിട്ട് കഴിഞ്ഞാൽ വേറെ വണ്ടിക്കാർ നമ്മളൊപ്പം പോരാനും പാടില്ലേ. അത് നോക്കിയിട്ട് വേണം. അങ്ങനെയുണ്ട്. ഇപ്പോൾ കളിക്കുമ്പോ കാറ് പോലെയല്ല, ബാക്കിലുള്ളവൻ കൂടെ പോരും. മൂട് എന്താ പറയാ, നേരത്തെ ബീച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചെറുതിന് അനിപ്പോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അലക്കി പോകാറുണ്ട്. 60 വരെ പോകാൻ പറ്റും. 60-ലാണ് സ്പീഡ് ഗവർണർ കട്ട്. കറക്റ്റ് ടൈമിന് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. എന്നോട് പറഞ്ഞ 3:15 ആകുമ്പോഴേക്കും വിയ്യൂര് എത്തിക്കണം പറഞ്ഞ. അപ്പൊ 15 മിനിറ്റ് വീട്ടിലേക്ക് കറക്റ്റ് ആയില്ലേ ഒരാഴ്ച? അങ്ങനെ വേണം. അതാണ്. അപ്പൊ നമ്മൾ പെടച്ചിട്ടില്ല, മൈലേജ് കളഞ്ഞിട്ടില്ല. ഇപ്പോഴും നിനക്ക് 5 മൈലേജ് ഉണ്ടാവും കേട്ടാ. അങ്ങനെ ഓടിച്ചിട്ടുള്ളൂ. നീ ഓടിച്ച് കളയാണ്ടിരുന്നാ മതി, അത്രേ ഉള്ളൂ. ഞാൻ കറക്റ്റ് 45-ൽ എന്നെ അങ്ങനെ കണ്ടിന്യൂസ് പിടക്കുകയും ചെയ്തേ. ഞാൻ ഇവിടെ ഒതുക്കി തരാം. നീ ഇങ്ങോട്ട് പോരെ, നീ ഇതിൽ തന്നെ പോരെ. ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം. വേണ്ട, ഞാൻ ഇവിടെ തുറന്നിറങ്ങിക്കോളാം, കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഞാനിവിടെ ഇറങ്ങാണ്. രാജേഷ് പോട്ടെ. അപ്പൊ രാജേഷ് ഓക്കെ, ബൈ, നാളെ കാണാം. 15 മിനിറ്റ് ഉണ്ട് കേട്ടോ, വേഗം വിട്ടോ. അപ്പോൾ ഓക്കെ.